ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് നമ്മെ തന്നെ നന്ദിയോടെ സമർപ്പിക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പലതരത്തിലുള്ള ഭാരങ്ങള്, രോഗമായിരിക്കാം, പ്രതിസന്ധിയായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കടങ്ങള്, കടഭാരം, മക്കളെക്കുറിച്ചുള്ളത്, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളത്, ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ജീവിത ഭാരങ്ങള്, ബാധ്യതകള് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വചനം പറയുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, നിന്റെ ജീവിത ഭാരം മുഴുവനും അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്താൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നിന്നെ വീഴ്ത്താൻ പലരും ഉണ്ടായിരിക്കാം, നിന്നെ നശിപ്പിക്കുവാൻ പലരും ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവമായ കർത്താവ് നമ്മളെ വീഴുവാന്, തകരുവാന്, തകർക്കുവാന് അനുവദിക്കുന്നവനല്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈശോയെ തന്നവനാണെങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലായിട്ട് ഈശോയെ തന്നതാണ്. നിന്റെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, അങ്ങ് വചനത്തിൽ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രതിസന്ധിയെ നീ ഏറ്റെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുറപ്പാടിന്റെ പുസ്തകം 23:20 പറയുന്നുണ്ട്, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, കാവൽ ദൂതനായിട്ട് ജീവിതയാത്രയിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുവാൻ ഏത് സാഹചര്യത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ടുപോയാലും ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടുന്ന് നമ്മുടെ ജീവിതമാകുന്ന വഴിയിൽ നമ്മളെ കാത്തുകൊള്ളുവാൻ വേണ്ടിയിട്ട് കർത്താവ് നമുക്കായിട്ട് തരുന്നതാണ്. അപ്പോൾ എവിടെയാണോ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത്, അവിടെ നമ്മൾ എത്തിച്ചേരുന്നതോടെ വരെ ദൈവമായ കർത്താവ് നമ്മളെ താങ്ങും എന്ന് ഉറപ്പ് തരികയാണ്. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതമാകുന്ന യാത്ര പരിശുദ്ധ അമ്മ മാതാവിന്റെ കരങ്ങളില് ഈശോ വഴി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ നീ ഏറ്റെടുക്കണം, ഈശോ കാണണം, ഈശോ തൊടണം. ദൈവപിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ്, ഈശോയുടെ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ്, അമ്മയുടെ വലിയ കാരുണ്യത്തിന്റെ കൃപ നമുക്ക് ഏറ്റുവാങ്ങണം. അമ്മയുടെ മധ്യസ്ഥം നമ്മൾ തിരിച്ചറിയണം. നല്ലൊരു ദിവസം നമുക്ക് ഓരോരുത്തരും ദൈവമായ കർത്താവ് പ്രദാനം ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു.